മത്സരിക്കുന്ന ML അശ്വിനി ചെറുപ്പക്കാരിയാണ്. വടകരയിൽ പ്രഫുൽ കൃഷ്ണൻ യുവമോർച്ചയുടെ പ്രസിഡന്റാണ്. യുവാക്കൾക്കും സ്ത്രീകൾക്കും അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കും വലിയ തോതിൽ മലപ്പുറത്ത് മുൻ VC ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൾ സലാമിനെ പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ ആകെ കൂടെ നോക്കിയാൽ വളരെ സമീകൃതമായിട്ടുള്ള ഒരു പട്ടികയാണ് NDA BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നത്. വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. വലിയ തോതിൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇത്തവണ NDAക്ക് നിരവധി സ്ഥാനാർത്ഥികൾ താമര വിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ബാക്കിയുള്ള 8 മണ്ഡലങ്ങളിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ യുദ്ധത്തിന് തയ്യാറായി വളരെ ശക്തമായിട്ടുള്ള പോർക്കളത്തിൽ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് പാർട്ടിയിൽ ചുമതലയുള്ള നിരവധി ആളുകളെ പരിഗണിച്ചിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MT രമേശിനെ കോഴിക്കോട് പരിഗണിച്ചിട്ടുണ്ട്. ഏറ്റവും ശക്തയായിട്ടുള്ള വനിതാ നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ മത്സരത്തിന് പരിഗണിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം ഇത്തവണ BJPക്ക് വലിയ വിജയസാധ്യതയാണ്, NDAക്ക് വലിയ വിജയസാധ്യതകളാണ്. ആ സ്ഥലങ്ങളിലെല്ലാം അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ പാർലമെൻ്ററി ബോർഡിനോടും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തോടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും അതുപോലെ അമിത്ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ JP നദ്ദയോടുമെല്ലാം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ സന്തോഷം അറിയിക്കുകയാണ്, പ്രത്യേകമായി നന്ദി പറയുകയാണ്. വിജയസാധ്യതയുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾക്ക് നൽകിയത് സന്തോഷം നൽകുന്ന കാര്യം തന്നെ. അല്ല, പേരുകൾ നിങ്ങൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട്. അവിടെ ആരൊക്കെ മത്സരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല മിടുക്കികളായിട്ടുള്ള വിജയസാധ്യതയുള്ള ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് NDA നിർത്തിയിരിക്കുന്നത്. LDFനെ പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതല്ല, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളല്ല. UDFനെ പോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ഥാനാർത്ഥികളല്ല, ജനങ്ങളിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്ത് പൂർണ്ണമായിട്ടുള്ള പരിശോധിച്ചതിന് ശേഷമാണ് അവർ സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. വീണ്ടും നിങ്ങളാണല്ലോ ഈ സംശയം ഉണ്ടാക്കുന്നത്. കാരണം ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകണം, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങളുടെ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ ആലോചിച്ച് വ്യക്തമായി എടുത്ത തീരുമാനങ്ങളാണ്. അല്ല, മത്സരരംഗത്ത് ഉണ്ടാവോ ഇല്ലയോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മത്സരരംഗത്ത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതാണ്. അവരത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു. അതിനിടയിൽ വന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രമായി. ഈ ചാലക്കുടി എറണാകുളമൊക്കെ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണോ? വലിയ തോതിൽ മോദിജി ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്.